നമസ്കാരം സുഹൃത്തുക്കളെ. ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും പിന്നെ അവരുടെ തന്തയായ ഇറാനും ചേർന്ന് ബോംബിട്ട് കുട്ടിച്ചോറാക്കിയ ഒരു രാജ്യം ആണ് ഇസ്രായേൽ എന്നത് വിശ്വസിച്ച് ആ കാഴ്ച കണ്ട് തുള്ളിച്ചാടാൻ വേണ്ടി ഭാരതത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് വണ്ടി കയറി കുണ്ഠിതനായി നടക്കുന്ന ഒരു ചാണകസംഖ്യയുടെ വീഡിയോ നാസ ചിത്രീകരിച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓനെ കണ്ട് കുണങ്ങിച്ചിരിക്കുന്ന എൻ്റെ ഗൈഡായ സുലൈമാനോട് ചോദിച്ചപ്പോഴാണ് ഈ കാര്യം എനിക്ക് അവൻ മനസ്സിലാക്കി തന്നത്. എന്താണ് ആ ചാണകസംഖ്യ ചോദിക്കുന്നത്? മിസൈലൊന്നും കാണുന്നില്ലല്ലോ. വരുമായിരിക്കും അല്ലേ? കോയ കോളിംഗ് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെ തന്നെ സുഡാപ്പികളുടെ കുരു പൊട്ടിക്കുന്ന മുതലാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത്. അദ്ദേഹം എക്സ് മുസ്ലിമാണ്. എക്സ് കോയ എന്നൊക്കെയാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. എക്സ് ജിഹാദി എന്നൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ സുഡാപ്പികളെ വീണ്ടും ചൊറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പോയിരിക്കുന്നത് ഇസ്രായേലിലാണ്. ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്നിട്ടാണ് സുഡാപ്പികൾ പറഞ്ഞ് ഇസ്രായേലിനെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ആകപ്പാടെ ഒരു ചെറിയ പ്രദേശമാണ് ഇസ്രായേൽ എന്ന് ഓർക്കണം. കേരളത്തിന് അത്രയും പോലും വലുപ്പമില്ല. അപ്പോൾ അങ്ങനെ തകർന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ ചെന്നതാണത്രേ ഈ ആരിഫ് ഹുസൈൻ. അവിടെ അദ്ദേഹം മിസൈൽ വരുന്നുണ്ടോ നോക്കുന്നുണ്ടോ, റോക്കറ്റ് വരുന്നുണ്ടോ നോക്കുന്നുണ്ടോ. അവിടെ എന്തെങ്കിലും യുദ്ധത്തിൻ്റെതായിട്ടുള്ള യാതൊരു പാടുകളും യാതൊരു ചിഹ്നങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് ഇവന്മാരെ പരിഹസിക്കുകയാണ്. അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? ഇറാനും ഇസ്രായേലും അമേരിക്കയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ഇറാൻ അടിച്ച് തകർത്ത് വെച്ചിരിക്കുകയാണ്, അത് ഏതാണ്ട് തീർന്നിരിക്കുകയാണ് എന്ന തരത്തിലാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ അവർ ആഘോഷിക്കുന്നത്. ഇതാ നേരെ ഇസ്രായേലിൻ്റെ മണ്ണിൽ തന്നെ പോയിരിക്കുകയാണ് ഈ ആരിഫ് ഹുസൈൻ തെരുവത്ത്. അവിടെ ചെന്നിട്ട് ഇവന്മാരെ ചൊറിയുകയാണ്. പക്ഷേ കുരുപൊട്ടിയ ഇവിടുത്തെ സുഡാപ്പികൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ജിഹ്വയായിട്ടുള്ള മാധ്യമവും മറ്റുമൊക്കെ ഉണ്ട്, അവരുടെ ചാനലുകൾ. അതിലൂടെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാൾ ഇസ്രായേലിൽ ചെന്നപ്പോൾ ജിഹാദി ഇവിടെ ഞങ്ങളുടെ രാജ്യത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഓടിക്കുന്നു, കമൻ്റ് ഇടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആരിഫ് ഹുസൈൻ പറയുന്നത്, ഞാനൊരു എക്സ് മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുക പഹൽഗാമിലാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ പഹൽഗാം, അതായത് അവിടെ തീവ്രവാദികൾ വന്നിട്ട് തുണി ഉരിഞ്ഞ് നോക്കിയിട്ടാണല്ലോ മുസ്ലിമാണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ അവർ വെടിവെച്ച് വന്നത്. അപ്പോൾ അത്തരം ഒരു അവസ്ഥ വരികയാണെങ്കിൽ മാത്രം ഞാൻ രക്ഷപ്പെടും. കാരണം എൻ്റെ തുണി ഉരിഞ്ഞാൽ ഒരു പക്ഷേ അവർ വിചാരിക്കും ഞാൻ മുസ്ലിമാണെന്ന്, പക്ഷേ ഞാൻ എക്സ് മുസ്ലിമാണ്. അല്ലാതെ ഞാൻ ഈ പേരും വെച്ചുകൊണ്ട് എവിടെ ചെന്നാലും അവർക്കൊക്കെ ഞാൻ ജിഹാദി ആയിരിക്കുമെന്ന് നല്ല കൊടുത്ത ഒരു മറുപടി അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ജിഹാദി ഈ ആരിഫ് ഹുസൈനെ ഇസ്രായേലികൾ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് ആഹ്ലാദിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഈ ആരിഫിൻ്റെ മറുപടി വരുന്നത്, പഹൽഗാം പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ, ബാക്കി എല്ലായിടത്തും എൻ്റെ പേര് ഇതായതിനാൽ അവർക്കൊക്കെ ഞാൻ ജിഹാദി ആയിരിക്കും എന്ന് പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങുകയാണ് ഇവിടുത്തെ സുഡാപ്പികൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ആരിഫ് ഹുസൈൻ ഈ കോയ കോളിങ്ങിലൂടെ ഇവന്മാരെ ഏറിക്കയറ്റുന്നത് കൂടാതെ ഇവർ ഇറാൻ തകർത്ത് തരിപ്പണമാക്കി എന്ന് പറഞ്ഞു നടക്കുന്ന ആ ഇസ്രായേലിൻ്റെ മണ്ണിൽ പോയി ഇറങ്ങിയിട്ട് ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് കൂടി അദ്ദേഹം തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. കുരു പൊട്ടിക്കാൻ ഏതൊക്കെ തരം വഴികളാണ് അയാൾ കാണിച്ചു കൂട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കി.